എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? ബാക്കി പറ നീയ്. എടാ, നിന്നോടാ ചോദിച്ചത്, ബാക്കി പറ. ഓ, എന്തൊരു ഉത്സാഹം നോക്ക് കഥ കേൾക്കാൻ. കഥയോ? നിന്റെ ഭാര്യയാവാൻ പോകുന്ന ആളിന്റെ യഥാർത്ഥ ജീവിതമല്ലേ ഇത്? ബാക്കി പറ. ആ കുട്ടി കോയമ്പത്തൂരിൽ ട്രാൻസ്ഫർ ആയി പോയിട്ട് പിന്നെ എന്താ സംഭവിച്ചേ? അത് പിന്നെ എനിക്ക് എങ്ങനെ അറിയാനാ? ഞാൻ അത്രേ കേട്ടോളൂ ശ്രീലക്ഷ്മി. അവൾ അത്രേ പറഞ്ഞോളൂ. അത് കള്ളോ. ബാക്കി അവള് പറയാൻ പോയപ്പോ നീ താല്പര്യം കാണിച്ചു കാണില്ല. അതും അല്ലെങ്കിൽ അവള് പറഞ്ഞപ്പോ നീ അവിടെ ഇരുന്ന് ഉറങ്ങിക്കാണും. ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്ന് പോലെ ഉറങ്ങുന്ന ആളല്ലേ നീ? ഉറക്കം തൂങ്ങി. എന്റെ അമ്മ എനിക്ക് വേദനിക്കുന്നു. തല്ലുന്നതേ വേദനിക്കാനാ. അതുപോലും അറിയില്ലവന്. കഷ്ടം തന്നെ. അല്ല, ശ്രീലക്ഷ്മി കോയമ്പത്തൂരിലേക്ക് ട്രാൻസ്ഫർ ആയി പോയെന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ എങ്ങനെയാ ആ കുട്ടി രാജനന്ദിനിയുടെ ചീഫായത്? എനിക്കറിയില്ല. അവള് നല്ല സ്മാർട്ട് ആയതുകൊണ്ട് കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വിളിച്ചു കാണും. ഏതായാലും അവളോട് ഒന്നുകൂടി എല്ലാം ചോദിച്ചു മനസ്സിലാക്കണം. ഈ ചെറിയ പ്രായത്തില് രാജനന്ദിനി ചീഫാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ടീച്ചറെ. എന്റെ ഓഫീസിൽ ഇതുപോലൊരു സബോർഡിനേറ്റിനെ എനിക്ക് കിട്ടിയിട്ടില്ല. അതാ കഷ്ടം. ഓ, കിട്ടിയിരുന്നെങ്കിലേ നീ അവളെ അങ്ങ് പ്രേമിക്കുമായിരുന്നോ? കൊള്ളാലോ. അയ്യോ അമ്മേ, അങ്ങനൊന്നും പറയാൻ പാടില്ല. ഓഫീസിൽ ബോസ് സബോർഡിനേറ്റിനെ പ്രേമിക്കുമായിരുന്നുവെങ്കിൽ നമ്മുടെ രവിവർമ്മ സാറ് ശ്രീലക്ഷ്മിയെ പ്രേമിക്കണ്ടേ? അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ലല്ലോ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ മനസ്സിൽ പോലും കാണാത്തതാ ഇവൻ ഈ പറയുന്നത്. അയ്യോ ശ്രീലക്ഷ്മി, വിട്, വേദനിക്കുന്നു. വെറുതെ ഇരിക്കും, വിടന്നെ, വിടാൻ. ഞാനൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. ആ ജൂനിയർ ശ്രീലക്ഷ്മി വന്നാൽ അവളുടെ മുമ്പ് വെച്ചെങ്കിലും എന്നെ ഇതുപോലെ ഉപദ്രവിക്കൊന്നും ചെയ്യരുത്. എന്റെ വില പോകുന്ന ഏർപ്പാടാ, പ്ലീസ്. ശരി ശരി, നമുക്ക് ആലോചിക്കാം. ഇനി നീ അങ്ങോട്ട് ചപ്പാത്തി ഉണ്ടാക്ക്. ഞാനേ മാറിയിരുന്ന് കഴിച്ചു നോക്കട്ടെ. കമോൺ ബോയ്, ക്യാരി ഓൺ. സരോജം, കുടിക്കാൻ അല്പം വെള്ളം. ഹലോ, കുറുപ്പേട്ട. അതെ അതെ, വന്നിരുന്നു. അയ്യോ സോറി കുറുപ്പേട്ട, ഒരുപാട് പേരെ ക്ഷണിക്കാൻ ഇനിയും പെൻഡിങ്ങാ. അതാ കാത്തു നിൽക്കാത്തത്. പയ്യന് ബിസിനസ്സാ, നല്ല സ്വഭാവം. ആരോ ചെയ്ത പുണ്യം കൊണ്ട് കിട്ടിയ ബന്ധാ കുറുപ്പേട്ട. പയ്യന് പെട്ടെന്ന് തിരിച്ചു പോകണം. അതാ എടുപിടിന്നിങ്ങനെ. അത് സാരമില്ല. കുറുപ്പേട്ടൻ വന്നിട്ട് ആ കൈകളൊന്നും എന്റെ മോളുടെയും ചെക്കന്റെയും തലയിൽ വച്ചാ മതി. ശരി ശരി, നാളെ കാണാം. കൃഷ്ണേ, നിന്നെ കണ്ടത് നന്നായി. നീ ഈ ലെറ്റർ ഒന്ന് സന്ധ്യാറാണി ടീച്ചർ നൽകണം. എപ്പോഴും അമ്പലത്തിൽ വെച്ച് കാണുമ്പോ ടീച്ചർ എന്നോട് ചോദിക്കാറുണ്ട്, മോളുടെ കല്യാണമായോ കല്യാണമായോ എന്ന്. നിങ്ങൾ സ്കൂളിൽ 10ാം തരം വരെ പഠിപ്പിച്ച ടീച്ചറല്ലേ? അന്നേ അവർക്ക് നിങ്ങളോടൊക്കെ സ്വന്തം മക്കളെ പോലുള്ള വാത്സല്യ. എന്നാ പിടിക്ക്. എനിക്ക് വീട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ. എനിക്കറിയാമെങ്കിൽ ഞാൻ ട്യൂഷന് പോയിട്ടുള്ള വീടാ, ഞാൻ കൊടുത്തോളാം. പിന്നെ അങ്കിൾ, ആന്റി പറയുന്നത് ശ്രീക്ക് മെഹന്തി ഒന്നും ഇടണ്ടെന്നാ. അങ്കിള് പ്രത്യേകം എന്നോട് പറഞ്ഞതാന്ന് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. ഒരു ആഘോഷവും വേണ്ടെന്നാ ആന്റി പറയുന്നത്. അങ്ങനെയോട് പറഞ്ഞ? പറഞ്ഞു. അതെ, ഈ മെഹന്തിയും മൈലാഞ്ചിയും തുടങ്ങിയ പരിപാടികളൊന്നും ഞങ്ങൾ ആരും ഇട്ടിട്ടില്ല. പിന്നെന്തിനാ കാശ് കളയാനായിട്ട് ഓരോ പരിഷ്കാരങ്ങള്? മാത്രമല്ല, ഇപ്പൊ സർക്കാർ പറയുന്നതേ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കാനാ.
ആ നല്ല കൂട്ടുപിടിക്കല്. കാര്യങ്ങൾ എളുപ്പമാക്കാൻ സർക്കാരിന്റെ നിയമം പറഞ്ഞാൽ മതിയല്ലോ നിനക്ക്. എടി സരോജം, നിന്റെ കാലത്തെ കല്യാണവും ചടങ്ങും അല്ല ഇന്നത്തെ കല്യാണവും ചടങ്ങും. നീ പണ്ട് കേട്ടിട്ടുണ്ടോ ഈ വള കൊണ്ടിടൽ പരിപാടി? ഇല്ല. ഇന്നിതിവിടെയൊക്കെ നിർബന്ധ. ഈ മൈലാഞ്ചിയിടലും അതുപോലെ അങ്ങ് കരുതിയാ മതി. പെൺകുട്ടികളുടെ ഒരു ഇഷ്ടം അത്ര തന്നെ. അതിന് ശ്രീയല്ലല്ലോ പറഞ്ഞത് മെഹന്തി ഇടണോന്ന്. അങ്കിളുടെ നിർബന്ധമല്ലേ? ആണ്. അതിനൊരു കാര്യമുണ്ടായിട്ടാ. പുറമേക്ക് നല്ല സന്തോഷം കാണിക്കുമെങ്കിലും മോളുടെ ഉള്ളിൽ എന്തോ ഒരു സങ്കടം ഉണ്ടെന്ന് എനിക്കൊരു തോന്നല്. അപ്പൊ എനിക്ക് തോന്നി അവളെ സന്തോഷിപ്പിക്കാൻ എല്ലാ വഴിയും നോക്കണമെന്ന്. അതുകൊണ്ടാ ഞാൻ ഈ മെഹന്തി ഇടണമെന്ന് നിർബന്ധം പിടിച്ചത്. അതിപ്പോ ദേഹം മുഴുവൻ വാരി വെക്കണ്ട, വെറും കൈവെള്ളയില് മതി. അതും ഒരു സന്തോഷമാണെന്നേ. അല്ലാതെ മോള് പറയട്ടെ, നീ അവളെങ്ങ് വിളിക്ക്, നമുക്ക് ചോദിക്കാലോ നേരിട്ട് തന്നെ. ശ്രീ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്ക. പുറത്തു പോകാനോ? എങ്ങോട്ട്? അവളുടെ ഓഫീസില്. ഓഫീസിലോ? നിന്നോട് ആര് പറഞ്ഞു അവളെ ഓഫീസിൽ വിടാൻ? നാളെ കല്യാണം നടക്കേണ്ട പെണ്ണ് ഇന്ന് തെണ്ടി നടക്കാണെന്ന് പറഞ്ഞ? തെണ്ടി നടക്കാനല്ല അവള് പോയത്, ഓഫീസിലുള്ളവരെ വിവാഹത്തിന് ക്ഷണിക്കാനാ. എന്തിന്? ചേടാ, അവര് വന്നാലും വന്നില്ലെങ്കിലും കല്യാണം നടക്കും. നീ ഏതായാലും കല്യാണത്തലേന്ന് മോളെ ഇങ്ങനെ. ശ്രീ ഓഫീസിലേക്ക് പോയത് സച്ചിയോടൊപ്പം ആണെങ്കിൽ. ഓക്കെ, ആണോ? എങ്കിൽ പിന്നെ സാരമില്ല. സച്ചിയോടൊപ്പം ആണെങ്കിൽ എനിക്കൊരു ധൈര്യ. എന്റെ പകുതി ടെൻഷൻ കുറഞ്ഞു കിട്ടി. വലിയ സന്തോഷം. എന്നാലും നിങ്ങളെപ്പോലെ പലപ്പോഴും പല സ്വഭാവമുള്ള ആളെ ഞാൻ ആദ്യമായിട്ട് കാണുക. പണ്ട് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ആശ്വാസം രവിചന്ദ്രവർമ്മൻ സാറിനെയായിരുന്നു. സാറ് മോളുടെ കൂടെ ഉണ്ടെങ്കിൽ മനസമാധാനം ഉണ്ടെന്നാ അപ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നത്. പിന്നീട് നേരം വെളുത്തൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോ ആ മനസമാധാനം വിശ്വാസം സച്ചിയുടെ തൊഴിലേക്കായി അല്ലേ? കഷ്ടം തന്നെ. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. ആ ഗ്ലാസ്സിങ്ങതാ, നിങ്ങൾ കുടിച്ചാ മതി. വിട്. ചേടാ, ഇവൾക്ക് എന്താ പേ പിടിച്ചോ? ഇത്ര ഉറക്കം പറഞ്ഞ് ഗ്ലാസും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാൻ ഞാനെന്ത് തെറ്റാ ചെയ്തത്? ആ കൃഷ്ണേ, നീ എന്തായാലും മെഹന്തിക്കാരിയോട് വരാൻ പറ. സരോജ ഇങ്ങനെ പല മോണാക്റ്റും മിമിക്രിയൊക്കെ കാണിക്കും. നമ്മളതൊന്നും ശ്രദ്ധിക്കാതിരുന്നാ മതി. നീ പൊക്കോ. ടീച്ചറിന് ലെറ്റർ കൊടുക്കാൻ മറക്കരുത്. ശരിയെങ്കിൽ. ആ, ഇനിയിപ്പോ വിളി ഇതൊക്കെ തന്നെ മതി. മോളും സച്ചിയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെ ധാരാളം. എന്നാലും എന്തിനായിരിക്കും സരോജൻ ദേഷ്യം കാണിച്ചത്? അത് മനസ്സിലാകുന്നില്ലല്ലോ. ഹലോ, അതെ, വൈസ് പ്രസിഡന്റ് ആണ് സാൻഡ്ര. ഓ, മനസ്സിലായി. സോറി, ആ കണ്ടെയ്നറുകൾ ഡെലിവർ ചെയ്യാൻ ഒരു 1 വീക്ക് ലേറ്റ് ആവും. അത് ഞങ്ങളുടെ ഓഫീസിലെ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം സംഭവിച്ചതാ. രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഇപ്പൊ ഓഫീസിലില്ല. ഏയ് നോ, അവര് പോയെന്ന് വെച്ച് ബിസിനസ് ബ്രേക്ക് ആവാൻ പറ്റില്ലല്ലോ. മറ്റൊരാള് വരുന്നത് വരെ ഞാനായിരിക്കും ഇനി സൈൻ ചെയ്യുന്നത്. ശരി, ഓക്കെ, അങ്ങനെ ചെയ്യാം. ആൻഡ് പ്ലീസ് ഡോണ്ട് വറി, ഉടൻ ഞങ്ങൾ ആ സീറ്റിൽ മറ്റൊരാളെ ഇരുത്തും. ആൻഡ് ഹി വിൽ കോണ്ടാക്ട് യു ഇൻ പേഴ്സൺ. ഓക്കെ, ശരി. ഓ, ഞാൻ എത്ര നാളായിട്ട് കൊതിച്ച ആഗ്രഹമാണിത്. ഫൈനലി ആ ദിവസം വന്നെത്തിക്കഴിഞ്ഞു. യു ആർ ലീവിംഗ് ദ കമ്പനി, ശ്രീലക്ഷ്മി.
ഇനി വേണം മനസമാധാനത്തോടെ എനിക്ക് ഈ ഓഫീസ് ഒന്ന് ഭരിക്കാൻ. ആ നജീബ്, യെസ് മാഡം. ഗിവ് മീ എ ബ്ലാക്ക് കോഫി. ഓക്കെ മാഡം. സാറുണ്ടോ നോക്കിയിട്ട് ഇപ്പൊ കൊണ്ടുവരാം. അതെന്താ കാര്യം? സാറിന് എന്തിനാ നജീബ് കാണുന്നത്? എനിക്കല്ല, മാഡം വന്നിട്ടുണ്ട് ഇവിടെ. മാഡമോ? ഏത് മാഡം? ശ്രീലക്ഷ്മി മാഡം. വാട്ട്? ശ്രീലക്ഷ്മിയോ? രാജിവെച്ചു പോയ അവൾ എന്തിനാ ഇവിടെ വരുന്നത്? Excuse me. താനെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ? ആ ശ്രീ, നൈസ്. ഇതാണല്ലേ അപ്പൊ നിങ്ങളുടെ പുതിയ ഓഫീസ്? വണ്ടി പാർക്ക് ചെയ്തോ? സാന്ദ്ര മാഡം. യെസ്. ഹായ് മാഡം, ഐ എം സച്ചി, ശ്രീലക്ഷ്മിയുടെ. ഓ മനസ്സിലായി. ഹൗ ആർ യു സച്ചി? ഐ എം ഫൈൻ മാഡം, താങ്ക് യു. ആക്ച്വലി ഞങ്ങൾ വിവാഹത്തിന് എല്ലാരും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ ഇവിടെ. ഓ ഓക്കെ, അതാ ഞാൻ കൺഫ്യൂഷൻ ആയത്. ഇപ്പൊ അത് മാറി. സാറല്ലേ ഇവിടെ? അത് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. സാറ് കാണാന്ന് പറഞ്ഞിരുന്നു. യാ സാർ അകത്തുണ്ട്. കം ഓൺ. ഓ താങ്ക് യു. സാർ അകത്തേക്ക് വരട്ടെ? Come in, Sandra. വരൂ. സാർ ഗസ്റ്റ് ഉണ്ട്. നിങ്ങൾ എത്തിയോ? I was waiting for you both. ഇരിക്കൂ. Come on, please. താങ്ക് യു സർ. ഹായ്. Hi. Please. രഘു, ഇതാണ് ശ്രീലക്ഷ്മിയുടെ ഫിയാൻസി മിസ്റ്റർ സച്ചിദാനന്ദൻ. ഓർമ്മയില്ലേ? അന്ന് ചെലമ്പ് പൂജിച്ച അമ്പലത്തിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാ എവിടെയോ വെച്ച് പരിചയം തോന്നിയത്. സുഖല്ലേ? ആ അതെ. ആക്ച്വലി ഞങ്ങളുടെ ഈ വിവാഹത്തിന് കാരണക്കാരൻ ഈ രവിവർമ്മൻ സാറാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്ഷണക്കത്ത് സാറിന് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. Come on. എന്തിനാ ഇങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒക്കെ? ഫോർമാലിറ്റീസ് ഒന്നുമല്ല സർ, ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. കുടിക്കാൻ എന്താ വേണ്ടത്? ജിഞ്ചർ ടീ കൊണ്ടുവരാൻ പറയട്ടെ? ഓർ സംതിങ് കൂൾ? അയ്യോ ഒന്നും വേണ്ട മാഡം, ഞങ്ങൾക്ക് സാറിനെ കണ്ട് നേരിട്ട് ക്ഷണിക്കാൻ പറ്റിയില്ലേ, അത് തന്നെ ധാരാളമാണ്. അല്ലേ ശ്രീലക്ഷ്മി? വരൂ, പുതിയ ഓഫീസൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യാലോ. സച്ചി, ആദ്യം ക്ഷണക്കത്ത് കൊടുക്കൂ സാറിന്. നമ്മള് വന്നത് അതിനാണ്. ഓ അത് മറന്നു. ശരിയാണ് സാർ, ആദ്യം കത്ത് തരാം. സാറിന് നൽകിയിട്ടെ മറ്റുള്ളവർക്കെല്ലാം കൊടുക്കും ഞങ്ങള്. ശ്രീലക്ഷ്മി. വിളക്കിന്റെ മുമ്പിൽ വെക്കേണ്ട ക്ഷണക്കത്താണ്. ആദ്യത് സാറിന്റെ കൈകളിലേക്ക് തരുന്നു. കല്യാണത്തിന് സാറ് മറക്കാതെ വരണം. വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം.
മാഡം താങ്ക് യു. കത്തെങ്ങനെയുണ്ട് സാർ? ഇഷ്ടപ്പെട്ടോ? വളരെ നന്നായിരിക്കുന്നു. വെരി ഗുഡ്. മാഡം അഭിപ്രായം പറഞ്ഞില്ല. ഗുഡ്, സിമ്പിൾ ആൻഡ് എലഗന്റ് അല്ലേ സർ? അതെ അതെ, കൊള്ളാം. വരൂ, നമുക്ക് മറ്റുള്ളവരും കൂടെ ക്ഷണിക്കാം. ഓക്കെ സാർ. വരൂ, come on. Come. ഇത് രാധിക. ഹായ്. എന്റെ ശ്രീയുടെ മാരേജ് ആണ്, വരണം. ഓക്കെ, താങ്ക് യു. വാ.